good evening മക്കളെ. സോ വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്സസ്. സോ ഐ ഹോപ്പ് ദാറ്റ് നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ബ്രേക്കിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ക്ലാസ്. സോ നമ്മൾ പ്ലാൻ കിങ്ഡം വരെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് അവിടെ വരെ നിങ്ങൾ എല്ലാവരും ക്ലാസ്സൊക്കെ കംപ്ലീറ്റ്ലി കണ്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. ഐ ഹോപ്പ് ഇറ്റ് വുഡ് ബി ലൈക്ക് ദാറ്റ്. സോ നമ്മൾ ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആനിമൽ കിങ്ഡം എന്ന് പറയുന്നതിലോട്ടാണ് കിടക്കുന്നത്. ലൈക്ക് വി സ്റ്റാർട്ടഡ് ഫ്രം ദ ലിവിംഗ് വേൾഡ് ആൻഡ് വി മൂവ്ഡ് ഓൺ ടു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ദെൻ പ്ലാന്റ് കിങ്ഡം, ആൻഡ് നൗ വി ആർ ഓൺ ആനിമൽ കിങ്ഡം. നമ്മൾ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്ലാന്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു, അതായത് ഇവരുടെ ടോട്ടൽ ആനിമൽ ആൻഡ് പ്ലാന്റ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഭാഗമായിട്ട് പ്ലാന്റ്സിനെ പറ്റിയിട്ട് അവരുടെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിലും പഠിച്ചു. ഓർക്കുന്നില്ലേ ഓരോ കാര്യങ്ങളും? ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇനി അനിമൽസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ചാപ്റ്റർ ആനിമൽ കിങ്ഡം. ഓക്കെ ആണല്ലോ? സി, ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. ലൈക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കോണ്ടന്റ്സ് എന്നുള്ളത് അറിയാം. അതിന് ശേഷം നിങ്ങൾക്ക് കുറെ ഫൈലങ്ങൾ, നമുക്ക് 11 ഫൈലംസ് ഇതിൽ പഠിക്കാനുണ്ട്. സോ ആ 11 ഫൈലംസ് ഞാൻ പറയുന്ന ഒരു ഓർഡറിൽ ഞാൻ പറയുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്സും ഓർത്ത് വെക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ചാപ്റ്റർ വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഭയങ്കര ബേർഡൻ ആയിട്ട് പഠിക്കേണ്ട ഒന്നല്ല. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ ആണല്ലോ? സോ എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് ഭാഗത്തിലോട്ട് കിടക്കുകയാണ്, ആനിമൽ കിങ്ഡം. എല്ലാവരും ബാക്ക് ടു നോർമൽ നമ്മളുടെ ഒരു പെന്നെടുക്കുക. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് എഴുതാനുള്ള ഒരു പേപ്പറോ ഒരു നോട്ടോ ഒക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ സ്ക്രിബിൾ ചെയ്തിട്ട് പോവാം. ഓക്കെ ആണല്ലോ? ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്ക്രിബിൾ ചെയ്തിട്ട് പോകണം. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കുക മാത്രമല്ല, യു ഹാവ് ടു റൈറ്റ് വിത്ത് ദാറ്റ്. ഓക്കെ, നമ്മൾ കേൾക്കുകയും അതിൻ്റെ കൂടെ എഴുതുകയും കൂടെ ചെയ്യുമ്പോഴാണ് ആ ബ്രെയിൻ കറക്റ്റ് വർക്ക് ആവുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. എല്ലാവരും NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വേണം ക്ലാസ്സിന് ഇരിക്കാൻ. ഓക്കെ ആണല്ലോ? NCERT ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ് ആണ്. നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇറ്റ് ഷുഡ് ബി NCERT. ഓക്കെ, എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിയുടെയും ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ദാറ്റ് ഷുഡ് ബി NCERT ടെക്സ്റ്റ് ബുക്ക്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ നോട്ടോ കാര്യങ്ങളോ എന്താണെങ്കിലും. ഈവൻ ദോ ഞാൻ തരുന്ന നോട്ട്സ് ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് ദി സെക്കൻഡറി ഓപ്ഷൻ. ഓക്കെ, നമ്മളുടെ പ്രൈമറി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് NCERT ഓൺലി. ആ NCERT നിങ്ങൾ തറോ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ടു അവർ 4th ചാപ്റ്റർ ആൻഡ് ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡം. മക്കളെ, നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പഠിച്ചു, പ്ലാന്റിലെ ഡിഫറെന്റ് സ്പീഷീസുകളെ പറ്റിയിട്ട് പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു. ആൻഡ് ഇവിടെ നമ്മൾ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോണ്ടന്റ്സ് ഉണ്ട്, അതായത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സപ്പോസ് ഇപ്പോ ഒരു അനിമലിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അനിമൽ സ്പീഷീസിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ സെഗ്മെന്റേഷൻ എങ്ങനെ വരും, അവരുടെ സീലോംസ് എങ്ങനെ വരും, എന്താണ് സീലോം, എന്താണ് സെഗ്മെന്റേഷൻ, എന്താണ് മെറ്റാമറിസം, ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, കുറച്ച് വേർഡ്സ് ഉണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതിന്റെ ബിഗിനിങ്, അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാണ് ചെയ്യുന്നത്. അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഡിഫറെന്റ് ലൈക്ക് ഇൻഡിവിജ്വൽ ഫൈലത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഫൈലത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ആ ഓരോ ഫൈലത്തിലും അവർ പറയുന്ന കോണ്ടന്റുകൾ, അവർ പറയുന്ന വേർഡ്സ് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് പഠിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും എൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് മോൺ ചെയ്യാം. ഓക്കെ ആണല്ലോ മക്കളെ? സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സി, നമ്മളുടെ ചുറ്റിനും ഒരുപാട് കൈൻഡ്സ് ഓഫ് ആനിമൽസിനെ കാണുന്നുണ്ട്. ചിലതൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് വി ഫീൽ ഇറ്റ് ഇസ് ദേ ഹാവ് സം സിമിലാരിറ്റീസ് ഇൻ ബിറ്റ്വീൻ, ദേ ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, വി ഫീൽ ഇറ്റ് ലൈക്ക് ദാറ്റ്. ക്ലിയർ? ബട്ട് ഇൻ ബിറ്റ്വീൻ അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ ജീനസോ അല്ലെങ്കിൽ അവരുടെ സ്പീഷീസോ ഒക്കെ തമ്മിൽ എന്തുണ്ടാകും? ഡിഫറൻസസ് ഉണ്ടാകും. സോ അതിനൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ഈ ഒരു കാര്യമാണ്, മൊത്തത്തിലുള്ള ക്യാരക്ടറൈസേഷൻ ആണ് പറയുന്നത്. യു വിൽ ഒബ്സർവ് ഡിഫറെന്റ് ആനിമൽസ് വിത്ത് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോംസ്
As over 1 million species of animals have been described till now, the need for classification becomes all the more important. The classification also helps in assigning a systematic position to newly described species. Whatever we have said in the plant kingdom chapter, only here also saying, like classification is a very important character in our living, like in our surroundings. Classification is very important because there are millions of species are present in this earth, right? സോ നമുക്ക് ഇവരെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം, നമുക്ക് ഇവരെയൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഐഡന്റിഫിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നോമൻക്ലേച്ചർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? സോ ആ നോമൻക്ലേച്ചറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിവിംഗ് വേൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഇത്രയും മില്യൺസ് ഓഫ് സ്പീഷീസിന്റെ ഇടയിലേക്ക് നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ദിസ് വേൾഡ്. ക്ലിയർ? അത്രയാണ് നമ്മൾ ഫസ്റ്റത്തെ പാര പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് 4.1 എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. That is saying the basis of classification. ഞാൻ പറഞ്ഞു നമുക്ക് ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, എന്തിന്റെ ബേസിസിലാണ് ഇവർ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്? കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട് മക്കളെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് മനസ്സിലാക്കി പഠിക്കുക. ദെൻ ദിസ് വിൽ മൂവ് ഓൺ വെരി ഈസിലി. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ക്ലിയർ? സോ ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫറൻസസ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫോം ഓഫ് ഡിഫറെന്റ് ആനിമൽസ്, there are fundamental features common to various individuals in relation to the arrangement of cells, body symmetry, nature of coelom, patterns of digestive, circulatory and reproductive system. See, these are the characteristics which we are gonna study. Okay, നമ്മൾ ഇവരുടെ ക്ലാസിഫിക്കേഷൻ ഇനി പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കും. അവരുടെ സീലോം ഏത് ടൈപ്പ് ഓഫ് സീലമാണ്, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഏത് ടൈപ്പാണ്, അവരുടെ പാറ്റേൺ ഓഫ് അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, അതുപോലെ ബോഡി സിമെട്രി, ലൈക്ക് അവർ അസിമെട്രിക്കൽ ആണോ, റേഡിയൽ സിമെട്രി കാണിക്കുന്നവരാണോ, ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണോ? അപ്പോൾ മിസ്സേ ഇതൊക്കെ എന്താണെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. വേണ്ട, ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ റേഡിയൽ സിമെട്രി എന്താണ്, ബൈലാറ്ററൽ സിമെട്രി എന്താണ്, അസിമെട്രി എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഒരു സ്പീഷീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ട് അവരെ ഡിഫറെന്റ് സ്പീഷീസിലോട്ട് ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് കുറച്ച് ബേസിസ് വേണം, ഒരു ബേസ് ക്ലാസിഫിക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വേണം. അതെന്തൊക്കെയാന്നുള്ളതാണ് ഫസ്റ്റ് പാരയിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയായിരുന്നു മക്കളെ? ദ നേച്ചർ ഓഫ് സീലം, അതുപോലെ തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സെഗ്മെന്റേഷൻ, അതുപോലെ പിന്നീട് അവർ പറയുന്നതാണ് അവരുടെ സെൽസ്, ലൈക്ക് എസെല്ലുലാർ ആണോ, സെല്ലുലാർ സിമെട്രി എങ്ങനത്തതാണ്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണോ? ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ആളുകളെയും ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ബേസിസിലോട്ട് കിടക്കാം. ആൻഡ് ദാറ്റ് ഇസ് ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സി, ഞാൻ മുന്നേ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത സമയത്ത് മറ്റ് ചാപ്റ്ററുകളിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വാട്ട് എവർ ഹാപ്പനിങ് നമ്മളുടെയൊക്കെ ബേസിസ് എന്ന് പറയുന്നത് സെല്ലാണ്, റൈറ്റ്? സെൽസിൽ നിന്നല്ലേ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടപ്പ്, കറക്റ്റ്? അപ്പോൾ ഇങ്ങനെ സെല്ല് കുറെ സെൽസ് കൂടും, അത് ടിഷ്യൂ ആകും, ഓർഗൻ ആകും, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആകും, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആകും. അതിന്റെ കുറച്ചും കൂടെ ഡീപ്പർ വേർഷനും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബയോമോളിക്യൂൾസിൽ നിന്നും തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന കുറച്ച് ഡീപ്പർ വേർഷനും നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ? സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ലൈക്ക് ഇവർക്ക് ഈവൻ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഇതാണ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ഇവരുടെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? അപ്പം നിങ്ങൾ ഓർത്തു വെക്കേണ്ട ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. സെൽസുകൾ കൂടിയിട്ടാണ് മക്കളെ എന്താകുന്നത്? ടിഷ്യൂ ആയി മാറുന്നത്. സെൽസ് കൂടിയിട്ട് എന്തായി മാറും? ടിഷ്യൂ ആയിട്ട് മാറും. സെൽസ് കൂടിയിട്ട് ടിഷ്യൂ ആയിട്ട് മാറും. ടിഷ്യൂസ് കൂടിയിട്ടാണ് ഓർഗൻ ആയി മാറുന്നത്. ഓർഗൻസ് കൂടിയാൽ ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും. ക്ലിയർ?
ഇത് ഓർത്ത് വെക്കുക. സെൽസുകൾ കൂടിയിട്ടാണ് ടിഷ്യൂ ലെവലായി മാറുന്നത്. ടിഷ്യൂ ലെവൽ എന്തായി മാറും? ഓർഗൻ ലെവലായി മാറും. അത് ഓർഗൻ സിസ്റ്റം ലെവലായിട്ട് മാറും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത് ഓർത്ത് വെക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചോദിക്കാം. ഓക്കെ, ഇതിന്റെ ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ അസെൻഡിങ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എങ്ങനെയാന്നുള്ളത് ചിലപ്പം ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ? അപ്പോ ഭയങ്കര ഈസിയാണ്, പക്ഷെ നമുക്ക് മാറും. ആദ്യം ടിഷ്യൂ ലെവലാണോ സെല്ലുലാർ ലെവലാണോ മാറും. ഓർഗനും ഓർഗൻ സിസ്റ്റം ലെവലും മാറാൻ പോകുന്നില്ല. കാരണം എന്താ? ഓർഗൻ ലെവൽ കഴിഞ്ഞിട്ടാണ് ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, പക്ഷേ സെല്ലുലാർ ലെവലും ടിഷ്യൂ ലെവലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സെൽസുകൾ കൂടിയിട്ടാണ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, സോ all members of Animalia are multicellular. All of them do not exhibit the same pattern of organization of cells. Very important. നമ്മൾ ലിവിംഗ് വേൾഡിൽ ഒരു ഫ്ലോ ചാർട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട്, റൈറ്റ്? ഇല്ലേ? നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ട് കിങ്ഡംസിനെ ക്ലാസിഫൈ ചെയ്ത സമയത്ത് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ, കിങ്ഡം ഫംഗൈ എന്നൊക്കെ പഠിച്ച സമയത്ത് മൾട്ടി സെല്ലുലാറിന്റെ താഴെ വന്നതായിരുന്നു കിങ്ഡം ആനിമേലിയ. ഓർക്കുന്നില്ലേ? കിങ്ഡം ആനിമേലിയ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാറിന്റെ താഴെയായിരുന്നു. എന്ന് വെച്ചാൽ കിങ്ഡം ആനിമേലിയയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും ദേ ഷോ മൾട്ടി സെല്ലുലാരിറ്റി. ഓക്കെ, ദേ ഷോ മൾട്ടി സെല്ലുലാരിറ്റി. അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓൾ മെമ്പേഴ്സ്, ശ്രദ്ധിക്കുക, ഓൾ മെമ്പേഴ്സ് ആണ്, നോട്ട് സം. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മളുടെ അസേർഷൻ റീസണിൽ മാറ്റിത്തരാം. ഓൾ മെമ്പേഴ്സ് ഓഫ് ദ അനിമേലിയ ആർ മൾട്ടി സെല്ലുലാർ. അതിൽ ഇനി യാതൊരു ഡൗട്ടും പാടില്ല. നമ്മൾ ലിവിംഗ് വേൾഡിൽ ക്ലാസിഫിക്കേഷൻസ് ഇങ്ങനെ ഓരോന്ന് ഞാൻ പറഞ്ഞു തന്ന സമയത്ത് യൂണിസെല്ലുലാർ മൾട്ടി സെല്ലുലാർ ക്ലാസിഫൈ ചെയ്ത സമയത്ത് കിങ്ഡം അനിമേലിയ വന്നിട്ടുള്ളത് മൾട്ടി സെല്ലുലാറിന്റെ താഴെയായിരുന്നു. ക്ലിയർ? കിങ്ഡം അനിമേലിയ വന്നത് മൾട്ടി സെല്ലുലാറിന്റെ താഴെയായിരുന്നു. സോ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ അനിമേലിയ ആർ മൾട്ടി സെല്ലുലാർ. അതിൽ ഇനി യാതൊരുവിധ ഡൗട്ടും വേണ്ട. ആൻഡ് ഓൾ ഓഫ് ദം ഡു നോട്ട് എക്സിബിറ്റ് ദ സെയിം പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് സെൽസ്. എല്ലാവരും മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, ക്ലിയർ? എന്ന് വെച്ചിട്ട് ഇവരെല്ലാവരും കാണിക്കുന്ന പാറ്റേൺ സെല്ലുലാർ പാറ്റേൺ സെയിം ആവണം എന്നുണ്ടോ? ഒരിക്കലുമില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർ സെൽസിൽ കാണിക്കുന്നത്. സപ്പോസ് സ്പോഞ്ചസ് ലൈക്ക്, ഇത് നിങ്ങൾ ഓർത്തു വെക്കുക, നമുക്ക് ഫൈലംസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഫൈലംസിന്റെ നെയിംസ് നിങ്ങൾ പഠിച്ചു വെക്കുക ആദ്യം. ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് ഞാൻ ഒന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സി, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഫൈലം പോറിഫെറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, എക്കിനോഡർമാറ്റ, ഹെമികോഡാറ്റ ആൻഡ് കോഡാറ്റ. ഇത്രയും നെയിംസ് ആ ഒരു കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ പഠിച്ചു വെക്കാം ബിഗിനിങ് ഓഫ് ദി ചാപ്റ്ററിൽ തന്നെ. ഈ ചാപ്റ്ററിന്റെ ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താ മക്കളെ? ആ ഫൈലത്തിന്റെ നെയിംസ്, കംപ്ലീറ്റ് ഫൈലത്തിന്റെ നെയിംസ് ഓർഡറിൽ പഠിച്ചു വെക്കുക. ഞാൻ എന്തിനാണ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം എന്ന് പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ പറയുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും സിമെട്രി ആണെങ്കിലും അവരുടെ സീലം ഏത് ടൈപ്പ് ഓഫ് സീലമാണ് എന്നൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡാ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ചാപ്റ്ററിനെ ഡീൽ ചെയ്യാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞുതരുന്നത്. എന്ത് ചെയ്താൽ മതി? ഈ ഒരു കറക്റ്റ് ഓർഡറിൽ ഫൈലങ്ങളെ പിടിക്കാം. പെട്ടെന്ന് എന്റെ കൂടെ പറഞ്ഞോ. ദാറ്റ് ഇസ് ഫൈലം പോറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ. പെട്ടെന്ന് പറഞ്ഞു. പോറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ. ആദ്യത്തെ മൂന്നെണ്ണമായി. പോറിഫെറ, സീലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. ദെൻ പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്, അനലിഡ. പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ് രണ്ടും ഒരുപോലെ തന്നെയല്ലേ? ഫസ്റ്റത്തെ എന്തായിരുന്നു? പോറിഫെറ, സീലൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. The three of them are okay. പോറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ. ക്ലിയർ അല്ലേ മക്കളെ? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. എന്റെ കൂടെ തന്നെ പഠിക്കുക. ദെൻ നാലാമത്തെ ആളാരാണ്? പ്ലാറ്റിഹെൽമിന്തസ്, ആഷൽമിന്തസ്. ക്ലിയർ അല്ലേ? ദെൻ അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, എക്കിനോഡർമാറ്റ, ഹെമികോഡാറ്റ ആൻഡ് കോഡാറ്റ. ക്ലിയർ ആണോ? അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, എക്കിനോഡർമാറ്റ, ഹെമികോഡാറ്റ ആൻഡ് കോഡാറ്റ. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇത് നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ എപ്പോഴും ഇപ്പൊ നമ്മൾ സ്റ്റഡി ടേബിളിന്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ റൂമിൽ എവിടെയെങ്കിലും നിങ്ങൾ എപ്പോഴും പാസ് ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതൊന്ന് കുറച്ച് വലുതാക്കി എഴുതി ഒട്ടിച്ച് വെക്കുക. ഒരു 2 ദിവസം കഴിയുമ്പം നിങ്ങൾ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതവിടെ ഒട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾ വെറുതെ പാസ് ചെയ്തിട്ട് കാര്യമല്ല. ഇടയ്ക്ക് അതിലൂടെ പോകുന്ന സമയത്ത് അതിനൊന്ന് നോക്കുക. ജസ്റ്റ് നോക്കിയിട്ട് യു വിൽ ടേക്ക് ഓൺലി സെക്കൻഡ്സ് ടു റീഡ് ദാറ്റ് 10 names, റൈറ്റ്? ആ ഒരു 10-11 നെയിംസ് വായിക്കാൻ നിങ്ങൾക്ക് ആകെ കുറച്ച് സെക്കൻഡ്സ് മതിയാകും. അങ്ങനെ നിങ്ങൾ 2 ദിവസം ട്രൈ ചെയ്താൽ അത് ബൈ ഹാർട്ട് ആയിക്കോളും. ക്ലിയർ ആണോ?
അത് ബൈ ഹാർട്ട് ആയിരിക്കണം, നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലോ മക്കളെ? സോ നമുക്ക് നമ്മളുടെ ബാക്ക് ടു ആ ടോപ്പിക്. നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞു അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം മൾട്ടി സെല്ലുലാർ ആണ് എല്ലാവരും എന്ന് വെച്ചിട്ട് എല്ലാവരും ഒരേ കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നവരല്ല. അപ്പം അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഫൈലം പോറിഫെറയിൽ ആളുകളാണ്. ഫൈലം പോറിഫെറയിലത്തെ ആളുകളാണ് നമ്മുടെ സ്പോഞ്ചസ്. ഈ സ്പോഞ്ചസിന്റെ സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ടാണ്. അവരുടെ സെൽസ് എങ്ങനെയാ മക്കളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ് ആയിട്ടാണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ് ആയിട്ടാണ് അവരുടെ സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ they exhibit cellular level of organization. ഫൈലം പോറിഫെറയിലെ ആളാണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ഓക്കെ അല്ലേ? ഇവരുടെ സെൽസിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആസ് ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ് ആണ്. ആസ് ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ്. ഇങ്ങനെ ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ് ആയിട്ട് കാണിക്കുന്ന ഓർഗനൈസേഷൻ ആണ് മക്കളെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇൻ ദിസ് ചാപ്റ്റർ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് സ്പോഞ്ചസ്. സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഏത് ഫൈലമാണ്? ഫൈലം പോറിഫെറ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സം ഡിവിഷൻ ഓഫ് ലേബർ അക്വയർ അമംഗ് ദ സെൽസ് ഇൻ സീലൻഡ്രേറ്റ്സ്. ഞാൻ പറഞ്ഞു പോറിഫെറ, അത് കഴിഞ്ഞിട്ട് സീലൻഡ്രേറ്റ, ടീനോഫോറ, ഇങ്ങനെയല്ലേ? സോ നമ്മൾ സെക്കൻഡ് ഫൈലം ആയിട്ടുള്ള സീലൻഡ്രേറ്റ്സ്. ദ അറേഞ്ച്മെന്റ് ഓഫ് സെൽ ഇസ് മോർ കോംപ്ലക്സ്. ലൈക്ക് സ്പോഞ്ചസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോറിഫെറ എന്ന് പറയുന്ന ഫൈലത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സീലൻഡ്രേറ്റ്സിലെ സെൽസിന്റെ അറേഞ്ച്മെന്റ് എന്താണ്? മോർ കോംപ്ലക്സ് ആണ്, കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. അതെങ്ങനെയാ നോക്കാം. വീണ്ടും ഓർത്ത് വെച്ചോ, സ്പോഞ്ചസ് അല്ലെങ്കിൽ പോറിഫെറയില് സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആസ് ലൂസ് സെൽ ആഗ്രിഗേറ്റ്സ്. അറ്റ് ദ സെയിം ടൈം ഇനി സീലൻഡ്രേറ്റിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ദാറ്റ് ഈസ് cells performing the same function are arranged into tissues. ഒരേ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെൽസിനെ ടിഷ്യൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തു. പോറിഫെറ അല്ലെങ്കിൽ സ്പോഞ്ചസിൽ എന്താ ചെയ്തത്? അവര് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയിട്ട് തന്നെ അവരെ വിട്ടേക്കുവാണ്. അപ്പൊ ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് ആയി നിൽക്കുമ്പോൾ സെല്ലുലാർ ഓർഗനൈസേഷൻ. ഇനി ഒരേ ഫംഗ്ഷൻ ചെയ്യുന്ന ഈ ലൂസ് സെൽ അഗ്രിഗേറ്റ്സിനൊക്കെ കൂട്ടിയിട്ട് ടിഷ്യൂ ആക്കിയിട്ട് മാറ്റി. ദാറ്റ് മീൻസ് ഈ പറയുന്ന സീലൻഡ്രേറ്റ എന്ന് പറയുന്ന ഫൈലം പൊസസ് ചെയ്യുന്നത് അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയില്ലേ? സെല്ലുലാറിൽ നിന്ന് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ് ടിഷ്യൂ. അതാ ഞാൻ പറഞ്ഞ സെൽസുകൾ കൂടിയിട്ടാണ് മക്കളെ ടിഷ്യൂ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദേ പൊസസ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ദേ ഷോ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. കാരണം ഒരുപാട് ടിഷ്യൂസ് കൂടിയിട്ടല്ലേ ഓർഗൻ ആയി മാറുന്നത്. സോ ദേ ഷോസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് എവിടെ തൊട്ടിട്ടാ? പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ടിട്ടാണ്. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം തന്നെ ആ ഫൈലങ്ങളുടെ പേര് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഫൈലങ്ങളെ വെച്ചിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അതായത് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഏതൊക്കെ ഫൈലംസ് ആണ് കാണിക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ പ്ലാറ്റി ഹെൽമിന്തസ് ഇങ്ങനെ കാണിക്കുന്നു, പോറിഫെറയിലെ സ്പോഞ്ചസ് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ പേരുകൾ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഓർത്ത് വെക്കുക, ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലോട്ട് എത്തുമ്പം ആ സെല്ലുലാർ ലെവലും മാറി, ടിഷ്യൂ ലെവലും മാറി, എവിടെ എത്തി? നമ്മളുടെ ഓർഗൻ ലെവലിലോട്ട് എത്തി. ഓക്കെ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലോട്ട് എത്തി. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എവിടെ തൊട്ടിട്ടാണ് കാണുന്നത്? ദാറ്റ് ഈസ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ടിട്ടാണ് മക്കളെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്നത്. എവിടെ തൊട്ടിട്ടാണ്? പ്ലാറ്റി ഹെൽമിന്തസ്. അങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ, പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ടിട്ടാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണുന്നത്. അതങ്ങനെ തന്നെ ഓർത്ത് വെച്ചോ. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഈ സൈഡിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ ആണല്ലോ? സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് members of platyhelminthes and other higher phyla where tissues are grouped together to form organs. ഞാൻ പറഞ്ഞു ടിഷ്യൂസ് കൂടിയിട്ടാണ് ഓർഗൻസ് ആയി മാറുന്നത്. അവരാണ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഈച്ച് സ്പെഷ്യലൈസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓരോ ഓർഗൻസിനും ഓരോ പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് ഉണ്ടാകും. അതിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ ഇയർ എന്ന് പറയുന്ന ഒരു ഓർഗൻ, ഇറ്റ് ഇസ് എ സെൻസ് ഓർഗൻ, റൈറ്റ്? ഈ പറയുന്ന ഇയർ കൊണ്ട് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് നിങ്ങളുടെ ഐ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കണ്ണുകൊണ്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളുടെ ഇയർ കൊണ്ട് നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, ഓരോന്നിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ടാവും. ക്ലിയർ? ഇങ്ങനെ കുറെ ടിഷ്യൂസുകളെ കൂട്ടിയിട്ട് ഓർഗൻസ് ആയി മാറും. ഇങ്ങനെ ഓരോ ഓർഗൻസിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫങ്ഷൻസും ഉണ്ടാവും. ക്ലിയർ ആണോ?
ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? നമ്മളിപ്പോൾ 3 ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ആണ് പഠിച്ചത്. ആദ്യത്തത് നമ്മുടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സെക്കൻഡ് വൺ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് സി, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സോ അതിന് മുന്നേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പോഞ്ചസ് സെല്ലുലാർ കാണിക്കുന്നു, ടിഷ്യൂ ലെവൽ കാണിക്കുന്നത് സീലൻട്രേറ്റി ആണ്, അതുപോലെ തന്നെ നമ്മളുടെ ഓർഗൻ ലെവൽ കാണിക്കുന്നത് പ്ലാറ്റി ഹെൽമിന്തസും അവരുടെ ഹയർ ഫൈലംസും ആണ്. ക്ലിയർ ആണല്ലോ? സി, ഇൻ ആനിമൽസ് ലൈക്ക് അനലിഡ, ആർത്രോപോഡ, മൊലുസ്ക, echinodermata and chordates, echinoderms and chordates, organs have associated to form functional systems. Like functional systems എന്ന് പറയുമ്പോൾ that is concerned with specific physiological function. Clear? ഞാൻ പറഞ്ഞു ടിഷ്യൂസുകൾ കൂടിയിട്ട് ഓർഗനായി മാറി എന്ന് പറഞ്ഞു. ഈ ഓർഗൻസിന് ഓരോന്നിനും സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പറയുന്ന ഓർഗൻസുകളും അറേഞ്ച് ചെയ്തിട്ട് എന്തായി മാറുന്നുണ്ട്? ഓരോ സിസ്റ്റംസ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്. അതാണ് മക്കളെ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓർഗൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത അവർക്ക് സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ടാകും. ഓരോ ഓർഗൻ സിസ്റ്റത്തിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ടാകും. ക്ലിയർ? വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇങ്ങനെ ഓരോന്നിനും അവരുടേതായിട്ടുള്ള സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ട്. ഓർഗൻ സിസ്റ്റത്തിന് അവരുടെ സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ആര് തൊട്ടിട്ടാണ്? ആനലിഡ തൊട്ടിട്ടാണ്. പ്ലാറ്റി ഹെൽമിന്തസ് എന്തായിരുന്നു? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും അതിന്റെ ഹയർ ഫൈലയും ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കും. ഓർഗൻ സിസ്റ്റം ലെവല് ആനലിഡ തൊട്ടിട്ടാണ് കാണിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ആനലിഡ തൊട്ടിട്ടാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത്. ഓർഗൻ സിസ്റ്റം ഇൻ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എക്സിബിറ്റ് വേരിയസ് പാറ്റേൺസ് ഓഫ് കോംപ്ലക്സിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റംസ്, അതുപോലെ തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് പറഞ്ഞു. ഓർഗൻ സിസ്റ്റംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആവാം, സർക്കുലേറ്ററി സിസ്റ്റം ആവാം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആവാം. അതിനൊക്കെ ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻ ഇല്ലേ? ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നതാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അത് സർക്കുലേഷൻ പ്രോസസ്സ് നടത്തുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. സോ ഓരോ സിസ്റ്റത്തിനും ഓരോ സ്പെസിഫിക് ഫംഗ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഓക്കെ ആണല്ലോ? അത് ക്ലിയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ടാവും. ലൈക്ക് സെല്ലുലാർ ലെവലിൽ നിന്നും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയി ടിഷ്യൂവിലോട്ട് എത്തിയപ്പം, ടിഷ്യൂവിൽ നിന്നും കുറച്ചും കൂടെ കോംപ്ലക്സ് ആയി ഓർഗനിലോട്ട് എത്തിയപ്പം, ആൻഡ് ബൈ ദ വേ ദാറ്റ് ഓൺലി ഇറ്റ് വിൽ ബി മോർ കോംപ്ലക്സ് ഇൻ ഓർഗൻ സിസ്റ്റം ലെവൽ. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ, ഓർഗൻ സിസ്റ്റം ലെവലിന്റെ ഒരു എക്സാമ്പിൾ നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നത് പ്ലാറ്റി ഹെൽമിന്തസിനെ വെച്ചിട്ടാണ്. പ്ലാറ്റി ഹെൽമിന്തസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് മക്കളെ പറയുന്നത്. നിങ്ങൾ എന്റെ കൂടെ തന്നെ ഇല്ലേ? എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ഇതൊന്നും നിങ്ങൾ സെപ്പറേറ്റ്ലി നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞുതരാം. എങ്ങനെയാണ് നിങ്ങൾ ഇത് നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ കൂടെ NCERT ഫോളോ ചെയ്യുക. ക്ലിയർ? ഈ ഒരു ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അതാണ്. ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്പോഞ്ചസ് ഇത് കാണിക്കുന്നു, പ്ലാറ്റി ഹെൽമിന്തസ് അത് കാണിക്കുന്നു, അങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നല്ലോ. അതൊക്കെ ഞാൻ ഒരു ടാബുലാർ കോളമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ തരും. ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു ദാറ്റ്. ഓക്കെ, ആ ഒരു രീതിക്ക് പഠിക്കുമ്പോഴാണ് ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്ക് തെറ്റാണ്ടിരിക്കുക. ക്ലിയർ അല്ലേ? So let's move on. In Platyhelminthes, it has only a single opening to the outside of the body that serves as both mouth and anus. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്ലാറ്റിഹെൽമിന്തസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ആകെ ഒരു സിംഗിൾ ഓപ്പണിംഗേ ഉള്ളൂ. അതായത് മൗത്ത് ആയിട്ടും ഏനസ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ നമ്മളെ പോലെ രണ്ട് ഓപ്പണിങ്സ് ഇല്ല. ലൈക്ക് വി ആർ ഹ്യൂമൻ ബീങ്സ്, റൈറ്റ്? നമ്മളെ സംബന്ധിച്ച് വി ഹാവ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ് സെപ്പറേറ്റ്ലി. ശരിയല്ലേ? എന്നാൽ ഈ പറയുന്ന പ്ലാറ്റിഹെൽമിന്തസിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആകെ ഒരു സിംഗിൾ ഓപ്പണിംഗേ ഉള്ളൂ. ഈ ഒരു സിംഗിൾ ഓപ്പണിംഗ് തന്നെയാണ് ബോത്ത് മൗത്ത് ആയിട്ടും ഏനസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നത്, ഫംഗ്ഷൻ ചെയ്യുന്നത്. മൗത്ത് ആയിട്ടും ഏനസ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ത് മാത്രമാണ് മക്കളെ? ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻകംപ്ലീറ്റ് ആണ്. എപ്പോഴാണ് നമ്മളുടെ ഒരു ഓർഗൻ സിസ്റ്റം കംപ്ലീറ്റ് ആണ് എന്ന് പറയാം? കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൗത്തും വേണം, അതായത് ഇൻടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് സെപ്പറേറ്റ്ലി വേണം. അതുപോലെ തന്നെ ഔട്ടേക്ക്, അതായത് നമുക്ക് പുറത്തോട്ട് വിടണ്ടേ? ലൈക്ക് വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ടു ഇൻ, വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്. അങ്ങനെ ഔട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗും നമുക്ക് വേണം.
ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിനെ സംബന്ധിച്ച് അവരുടെ ഒരു സിംഗിൾ ഓപ്പണിംഗ് തന്നെയാണ് ബോത്ത് മൗത്ത് ആയിട്ടും ഏനസ് ആയിട്ടും ഫംഗ്ഷനിങ് ചെയ്യുന്നത്. റൈറ്റ്, മൗത്ത് ആയിട്ടും ഏനസ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത് അവർക്ക് സിംഗിൾ ഓപ്പണിംഗ് ആണ്. That's why we can call it as incomplete. അവരെന്താണ്, they shows the incomplete digestive system. അവർക്ക് കാണിക്കുന്നത് incomplete digestive system ആണ്. സോ വീണ്ടും വീണ്ടും പറയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ പറ്റുക if they have two openings, that is both mouth and anus separately. Here for platyhelminthes, a single opening functions as both mouth and anus. Hence they are incomplete. They have incomplete digestive system. Clear ആണോ? Okay അല്ലേ മക്കളെ? ഇതിൽ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? So it is called incomplete. Clear? A complete digestive system has two openings. That is what I have said right now. Okay, that is mouth and anus. Similarly, circulatory systems അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവും. ഇനി നമ്മൾ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഓർഗൻ സിസ്റ്റം വരെ എത്തി. ലൈക്ക് ഓർഗൻ സിസ്റ്റം വരെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ആ ഓർഗൻ സിസ്റ്റംസിൽ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഈ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് ഒന്നും കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഈ പറയുന്ന നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓർഗൻ സിസ്റ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. റൈറ്റ്, ഓർഗൻ സിസ്റ്റത്തിലെ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഈ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റും ഉണ്ട്, ഇൻകംപ്ലീറ്റും ഉണ്ട്. എന്താണ് കംപ്ലീറ്റ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞതാണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. രണ്ടാമത്തെ സിസ്റ്റം ഏതാണ്? ദാറ്റ് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിലും രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ. ദാറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. എന്താണെന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. സി, ഓപ്പൺ ടൈപ്പ് എന്ന് വെച്ചാൽ ഓർത്ത് വെച്ചോ, ബ്ലഡ് ഈസ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി ഹാർട്ട്. ബ്ലഡ് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യും. എവിടേക്കാണ് മക്കളെ? നമ്മളുടെ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാകും, ഐ തിങ്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ നമ്മളുടെ സൈനസസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ലീവ് ഇറ്റ്, നിങ്ങളിപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. നമ്മുടെ ഹാർട്ടിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. എവിടേക്കാണ്? ആൻഡ് ദ സെൽസ് ടിഷ്യൂസ് ആർ ഡയറക്ട്ലി ബാക്ക്ഡ് ഇൻ ഇറ്റ്. ലൈക്ക് ഒരു സെപ്പറേറ്റ് പാത്വേ അവർക്ക് ഇല്ല. മനസ്സിലായോ? ഹാർട്ടിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡിന് മൂവ് ഓൺ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഫ്ലോ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് പാത്വേ ഇല്ല. അങ്ങനത്തെവരാണ് ഓപ്പൺ ടൈപ്പ് കാണിക്കുന്നവർ. ക്ലിയർ ആണോ? ഈ പറയുന്ന ഈ ഹാർട്ടിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡ് ഡയറക്ട്ലി നമ്മളെ സെൽസിനെയും ടിഷ്യൂസിനെയൊക്കെ ബാത്ത് ചെയ്യും. ക്ലിയർ ആണല്ലോ മക്കളെ? അതാണ് ഓപ്പൺ ടൈപ്പ്. എന്നാൽ ക്ലോസ്ഡ് ടൈപ്പ് എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ലൈക്ക് അവർക്ക് കറക്റ്റ് പാത്വേ ഉണ്ടാകും, ഓരോരുത്തർക്കും പോകാനുള്ള കറക്റ്റ് പാത്വേ ഉണ്ടാവും. സി, in which blood is circulated through a series of vessels. Clear? ഇതാണ് ആ പാത്വേ, ദാറ്റ് ഈസ് വെസൽസ്. ബ്ലഡിന് പാസ് ചെയ്യാനുള്ള പാത്വേ ആണ് മക്കളെ വെസൽസ് എന്ന് പറയുന്നത്, ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സ്. അത് ഏതൊക്കെയാണ്? ഇറ്റ് മേ ബി ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. നിങ്ങൾ നമ്മളുടെ കൈയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം IV ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇവര് നമ്മളിവിടെ ഇങ്ങനെ തട്ടിയിട്ട് വെയിന് കിട്ടുന്നുണ്ടോ നോക്കും. എന്തിനാ അപ്പൊ അങ്ങനെ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ആണ് കയറ്റിയാൽ പോരെ? അങ്ങനെ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ IV കയറ്റുന്നത് എവിടേക്കാണ്? നമ്മുടെ ബ്ലഡിലോട്ടാണ്. ഈ പറയുന്ന മെഡിസിൻസ് അവർ ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലോട്ടാണ്. സോ ഞാനിപ്പം ചുമ്മാ ഇവിടെ എൻ്റെ സ്കിന്നിലോട്ട് ഒരു IV കയറ്റുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷൻ വെക്കുവാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഐ എം എൻ ഓപ്പൺ ടൈപ്പ് ഓർഗൻ സിസ്റ്റം കാണിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുണ്ടെങ്കിൽ, ഇറ്റ് മേ ഹാപ്പൻസ്, അതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് വെസൽസ് ഒന്നും ഇല്ല, ബ്ലഡ് പാസ് ചെയ്യാൻ സെപ്പറേറ്റ് വെസൽസ് ഒന്നും ഉണ്ടാവില്ല ഓപ്പൺ ടൈപ്പ് കാണിക്കുന്ന ആളാണെങ്കിൽ. പക്ഷേ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ക്ലോസ്ഡ് ടൈപ്പിലുള്ള ആൾക്കാരാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് നമുക്കുള്ളത്. നമുക്ക് വെസൽസ് ഉണ്ട്, അതായത് ഓരോ കാര്യങ്ങൾക്കും പാസ് ചെയ്യാനുള്ള സെപ്പറേറ്റ് വെസൽസ് നമുക്കൊക്കെ ഉണ്ട്. ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ വെസൽസ് ആണ്. റൈറ്റ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഒരു വെസൽസിലോട്ട് തന്നെ ഇഞ്ചെക്ട് ചെയ്താലേ വിചാരിച്ച് സ്ഥലത്തേക്ക് അത് എത്തുള്ളൂ. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും ഓർത്ത് വെക്കുക. രണ്ട് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റംസ് ആണുള്ളത്, ഓപ്പൺ ടൈപ്പും ക്ലോസ്ഡ് ടൈപ്പും. ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ നിന്നും പമ്പ് ഔട്ട് ചെയ്യുന്ന ബ്ലഡ് ഡയറക്ട്ലി സെൽസിലും ടിഷ്യൂസിലോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ബാത്ത് ചെയ്യും. മൊത്തത്തിൽ അവിടേക്ക് പോവാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഇത് ആർട്ടറിയിലൂടെ പോകണം, ആർട്ടറിയിലൂടെ പോയാൽ ഇന്ന സ്ഥലത്തേക്ക് എത്താം, വെയിൻസിലൂടെ പോകുമ്പോൾ അത് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഫംഗ്ഷൻ ചെയ്യും, കാപ്പിലറിയിൽ കൂടെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ലൈക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഓപ്പൺ ടൈപ്പിൽ ഉണ്ടാവില്ല. എന്നാൽ ക്ലോസ്ഡ് ടൈപ്പ് ലൈക്ക് നമ്മളെ പോലെ
നമ്മളെ സംബന്ധിച്ച് വെയിൻസ് ഉണ്ട്, നമുക്ക് ആർട്ടറീസ് ഉണ്ട്. നിങ്ങൾ ഐ തിങ്ക് നമ്മളുടെ ലാസ്റ്റ് ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ ഹാർട്ടിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്, ആ ഒരു പിക്ചർ തന്നെ ഉണ്ട് അതിൻ്റെ ഫോർമേഷൻ. ആർട്ടറിയിൽ നിന്നും ലെഫ്റ്റ് എട്രിയത്തിൽ നിന്നും എങ്ങോട്ടാണ്, റൈറ്റ് എട്രിയത്തിൽ നിന്നും എങ്ങോട്ടാണ്, വെൻട്രിക്കിളിൽ നിന്നും എങ്ങോട്ടാണ്, കാപ്പിലറീസിൽ കൂടെ പോകുന്നു, ആർട്ടറിക്കൂടെ പോകുന്നു, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാകും. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്, നമുക്ക് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് 2 ടൈപ്പ് ഓഫ് ബ്ലഡ് ഉണ്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്, ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്. ഇതെല്ലാവരെയും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് അവിടെ വിടാൻ പറ്റുമോ? ഇല്ല. ഓരോന്നിനും പോവാൻ ഓരോരോ പാത്വേ ഉണ്ട്. അതാണ് ഈ പറയുന്ന ആർട്ടറിയും വെയിനൊക്കെ, കാപ്പിലറി ഒക്കെ. സോ നമ്മളെ സംബന്ധിച്ച് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റൽസിലോട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ നമ്മളെ തട്ടും. ഇങ്ങനെ തട്ടിയിട്ട് അത് എന്തിനാന്ന് വെച്ചാൽ വെയിൻ ഇങ്ങനെ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്, വെയിൻ ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം എൻ്റെ ബ്രദറിന് അവന് പെട്ടെന്ന് വെയിൻ കിട്ടത്തില്ല. ലൈക്ക് he has some allergic issue, so he becomes very weak. പെട്ടെന്ന് റാപ്പിഡായിട്ട് ഇയാൾ വീക്ക് ആവും ഇങ്ങനെ അലർജിക് ഇഷ്യൂസ് വന്നാൽ. സോ IV ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഇഞ്ചെക്ട് ചെയ്താലും അതവിടെ ബൾജായി കിടക്കും. അവന് IV കയറ്റാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു അലർജിക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ബോഡി വീക്ക് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോഴത്തെ കാര്യമില്ല പറയുന്നത്, അവൻ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കണ്ട സംഭവമാണ്, ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ക്ലിനിക്സിൽ നമ്മൾ ഇവനെ ഡ്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവര് എത്ര നോക്കിയാലും കിട്ടത്തില്ല വെയിന്. അപ്പൊ അന്ന് ഫാർമസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട്, ലേസർ ഉണ്ടല്ലോ നമ്മളുടെ ലേസർ ടോർച്ച് കിട്ടുമല്ലോ നമുക്ക്, കുഞ്ഞു ടോർച്ചുകൾ, നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാൾസിലോട്ടൊക്കെ അടിക്കുന്ന സംഭവമാണത്. ഇയാൾ വന്നിട്ട് ഇവന്റെ ഉള്ളില് ഇങ്ങനെ കൈന്റെ അകത്ത് ഇവിടെ ഇങ്ങനെ എന്ത് വെച്ചു, പാമ്പിനകത്ത് ഈ പറയുന്ന ലേസർ ടോർച്ച് ഇങ്ങനെ അടിച്ചിട്ട് നോക്കി. ഇത് അടിച്ച് നോക്കിയിട്ടാണ് അവന് IV കയറ്റിയത്. കാരണം എന്താ വെച്ചാൽ ആ സമയത്ത് അവർക്ക് വെയിൻ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര വീക്ക് വെയിൻസ് ആയിരുന്നു. ആ ഉള്ള വീക്ക് വെയിൻസിൽ നിന്നും ഇത് ബൾജാവാതെ എങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ ക്ലോസ്ഡ് ടൈപ്പ് ആണ്. നമ്മൾക്ക് തോന്നുന്ന സ്ഥലത്തേക്ക്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഈ പറയുന്ന IV അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് ഒന്നും കയറ്റാൻ പറ്റത്തില്ല. ഈവൻ ട്രിപ്പ് ഇടുകയാണെങ്കിൽ പോലും, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ IV കിട്ടത്തില്ല, ലൈക്ക് വെയിൻസ് കിട്ടത്തില്ല. സോ എനിക്ക് മിക്ക സമയത്തും ഈ എഡ്ജിലൊക്കെ ആയിട്ടാണ് വെയിൻസ് കിട്ടാറ്. ഇതൊക്കെ നമ്മൾ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നവരായിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുമ്പോൾ വി ഹാവ് എ കറക്റ്റ് പാത്വേ ഫോർ ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ് ഇൻ അവർ ബോഡി. ഓക്കെ, ബ്ലഡ്സിന് സർക്കുലേറ്റ് ചെയ്യാൻ ഒരു കറക്റ്റ് മൂവ്മെന്റ് പാത്വേ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നവരാണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് മക്കളെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പറയാനുള്ളത്. സർക്കുലേറ്ററി സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. ഡൈജസ്റ്റീവ് സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഏതൊക്കെ ഫൈലംസ് ആണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണിക്കുന്നത്, ഇൻകംപ്ലീറ്റ് കാണിക്കുന്നത്, അതുപോലെ തന്നെ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം, ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ ആരാ കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് ആ ഫൈലത്തിന്റെ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടാബുലർ കോളം ആക്കിയിട്ട് നിങ്ങൾക്കൊന്നും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യും. സോ അവിടെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാനുള്ള. ഫസ്റ്റ് കോണ്ടന്റ് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി പറയണ്ടല്ലോ മക്കളെ. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു ദ സിമെട്രി. മക്കളെ, സിമെട്രി എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് അവരുടെ പ്ലെയിൻ, അതായത് ഒരു സപ്പോസ് ഈ ഒരു പെണ്ണ് ഞാൻ എടുക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലാണ്, അല്ലെങ്കിൽ ഇതിന്റെ സിമെട്രി എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ എനിക്കിതിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് സിമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ? അതിന്റെ ഡിവിഷൻ പ്രോസസ്, അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെ എനിക്ക് ഈക്വൽ ഹാഫ്സ് ആക്കാം, അതല്ലെങ്കിൽ ഒന്നിലേറെ രീതിക്ക് എനിക്ക് ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പറയുന്നതാണല്ലോ സിമെട്രി. അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. സോ ഈ സിമെട്രി എന്ന് പറയുന്നതിൽ നമ്മൾക്ക് 3 ടേംസ് ആണ് പഠിക്കാനുള്ളത്. സിമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടേംസ് ആണ്. ഓർത്ത് വെക്കുക. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസിമെട്രി. അസിമെട്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം കത്തിയിട്ടുണ്ടാകും. ഞാൻ നമ്മുടെ ബയോളജി ക്ലാസ് തുടങ്ങി ലിവിംഗ് വേൾഡ് തൊട്ടിട്ടേ പറയുന്നുണ്ട് മക്കളെ, ബയോളജിയിൽ പൊതുവേ മോസ്റ്റ് ഓഫ് ദ വേർഡ്സിലും ഇഫ് എ ഇസ് എ ബിഗിനിങ്, എല്ലാ എ എന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ആഷൽമിദിസിലോ മിസ് എ ആണല്ലോ ബിഗിനിങ്, അതിന്റെ അർത്ഥം ആബ്സെന്റ് ആണോ? അങ്ങനെയല്ല. ഇങ്ങനത്തെ കേസസിലൊക്കെ ഇപ്പം അസിമെട്രി, സിമെട്രി, അസിമെട്രി എന്നൊക്കെ വരുന്ന സമയത്ത് എ ഡിനോട്ട്സ് ഫോർ ആബ്സെന്റ്. അതായത് അയാളെ നമുക്കൊരു രീതിക്കും സിമെട്രിക്കലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അസിമെട്രി എന്ന് വെച്ചാൽ സിമെട്രി ആബ്സെന്റ് ആണ് എന്നുള്ളതാണ്.
ക്ലിയർ ആണല്ലോ? ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആബ്സെന്റ് എന്നാണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇത് ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ റേഡിയൽ സിമെട്രി ആണ്. അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത് പഠിക്കാനുള്ളത് ബൈലാറ്ററൽ സിമെട്രിയാണ്. ഇതെങ്ങനെ ഓർത്ത് വെക്കണം എന്നുള്ളതാണ് പറയുന്നത് ആദ്യം. മക്കളെ, അസിമെട്രി ഞാൻ പറഞ്ഞു, സിമെട്രി ആബ്സെന്റ് ആയിരിക്കും. ഇനി ബൈലാറ്ററൽ സിമെട്രി. ബൈ എന്ന് വെച്ചാൽ എന്താണ്? എന്താ ബൈ എന്ന് വെച്ചാല്? 2, യൂണി എന്ന് വെച്ചാൽ 1, ബൈ എന്ന് വെച്ചാൽ 2, ട്രൈ എന്ന് വെച്ചാൽ 3. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ? സോ ബൈലാറ്ററൽ സിമെട്രി എന്താ നോക്ക്. ആദ്യം നമ്മൾ അത് പഠിക്കാം. എന്താണ് ആ ടേം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയുന്നത്. ബൈ എന്ന് വെച്ചാൽ 2 ആണ്. ദാറ്റ് മീൻസ് ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 ഈക്വൽ ഹാഫ്സ് ആക്കാനാണ് പറ്റുന്നത് എങ്കിൽ ഇറ്റ് ഷോസ് ബൈലാറ്ററൽ സിമെട്രി. ക്ലിയർ ആണോ? അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പൊ ബൈ എന്ന് വെച്ചാൽ 2, ഒരു ഓബ്ജക്റ്റിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സിമെട്രി എനിക്ക് ഈക്വൽ ടു ഹാഫ്സ് ആക്കിയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ബൈലാറ്ററൽ സിമെട്രി. ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് ബൈലാറ്ററൽ സിമെട്രിക്കൽ മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. സി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെന്തിനാണ് ഇങ്ങനെ ആദ്യം ഞാൻ ഈ വേർഡിന്റെ മീനിങ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന കാര്യം. ഞാൻ കണ്ടിട്ടുള്ളതാണ്, കുറേ പേർക്ക് ഈ റേഡിയൽ സിമെട്രിയും ബൈലാറ്ററൽ സിമെട്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, നിങ്ങൾക്ക് മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ ഈ ആക്ടിനോമോർഫിക്കും സൈഗോമോർഫിക്കും പഠിക്കാനുണ്ട്. ലൈക്ക് അവിടെയും ഈ ഒരു പ്രശ്നം വരാനുണ്ട്. അവിടെയും നമ്മൾ എന്ത് ചെയ്യും? ഒരു കുഞ്ഞു ട്രിക്ക് ഉണ്ട്, അത് പറഞ്ഞുതരാം. സോ ബൈലാറ്ററൽ സിമെട്രി, ബാക്ക് ടു അവർ ടോപ്പിക്. ഇവിടെ ബൈലാറ്ററൽ സിമെട്രിയും റേഡിയൽ സിമെട്രി. ബൈ എന്ന് വെച്ചാൽ 2 ആണ്. സോ ഈക്വലി 2 ഹാഫ്സ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. സി, ഇവിടെ പറയുന്നുണ്ട് ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡന്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി 1 പ്ലെയിൻ. സിംപ്ലി ഞാൻ പറയാം. ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റ് ഇതിനെ എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് സിമെട്രി, അതായത് റൈറ്റ് ഹാഫ് ലെഫ്റ്റ് ഹാഫ് ഇങ്ങനെയല്ലേ കിട്ടാം. ഞാൻ ഇതിന്റെ സെന്ററിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ പ്ലെയിനിലൂടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സിംഗിൾ പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു റൈറ്റ് ഹാഫും കിട്ടും, ഒരു ലെഫ്റ്റ് ഹാഫും കിട്ടും. എന്ന് വെച്ചാൽ ഇങ്ങനെ 2 ഹാഫ്സ് ആക്കാൻ മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ബൈലാറ്ററൽ സിമെട്രി. 1 പ്ലെയിനിൽ ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് മാത്രം കിട്ടുന്നവരെയാണ് നമ്മൾ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവർ എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി എന്താണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഓബ്ജക്റ്റ്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ ആക്സിസ് ആണ് ഇത്. ഈ ഒരു സെൻട്രൽ ആക്സിസിലൂടെ സപ്പോസ് ഇതിപ്പം സർക്കിള്, ഞാൻ അതിനെ പറ്റിയിട്ടല്ല പറയുന്ന, ഒരു ഓബ്ജക്റ്റ് എടുത്തിട്ട് അതിന്റെ സെൻട്രൽ ആക്സിസിലൂടെ ഞാൻ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും, ഏതൊക്കെ പ്ലെയിനിൽ കട്ട് ചെയ്താലും എനിക്ക് കറക്റ്റ് സിമെട്രിയിൽ അതിന്റെ ഹാഫ്സ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ റേഡിയൽ സിമെട്രി കാണിക്കുന്നവരാണ്. ഒരു പ്ലെയിനിൽ നമുക്ക് ഒരു ഒറ്റ റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദേ ഷോസ് ബൈലാറ്ററൽ സിമെട്രി. എന്നാൽ ആക്സിസിലൂടെ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും നമുക്ക് ഹാഫ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണ്? റേഡിയൽ സിമെട്രി കാണിക്കുന്നവരാണ്. എസിമെട്രി എന്ന് വെച്ചാൽ സിമെട്രി ആബ്സെന്റ് ആയവരാണ്. 3 വേർഡ്സ് മനസ്സിലായോ? 3 വേർഡ്സിന്റെ മീനിങ് മനസ്സിലായോ മക്കളെ? ഇനി അതിന് ഇവര് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. സി, ഫസ്റ്റത്തെ എക്സാമ്പിൾ റേഡിയൽ സിമെട്രിനെ പറ്റിയിട്ട് പറയുന്നതാണ്. ഈ ഒരു പിക്ചർ കണ്ടോ നിങ്ങൾ? ഇതിന്റെ സെൻട്രൽ ആക്സിസ് ആണ് മക്കളെ ഈ കാണിക്കുന്നത്. ഇതാണല്ലോ ഇതിന്റെ സെൻട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇതല്ലേ ഇതിന്റെ സെൻട്രൽ ആക്സിസ്. സി, ഇതിലൂടെ ഈ ഒരു സെൻട്രൽ ആക്സിസിലൂടെ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും അവർക്കൊരു കറക്റ്റ് ഹാഫ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരേതാണ്? റേഡിയൽ സിമെട്രി കാണിക്കുന്നവരാണ്. അറ്റ് ദി സെയിം ടൈം ഇയാളെ നോക്ക്, ഇതാണ് ഇതിന്റെ സെൻട്രൽ ആക്സിസ്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എനിക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഈ പോർഷൻ ഇവിടെ ഉണ്ടോ? പറ്റുന്നില്ല. ഇനി ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പം എനിക്ക് ഇവിടെയും ഇവിടെയും ഒരുപോലത്തേതാണ് കിട്ടുന്നത്? അല്ല. ദാറ്റ് മീൻസ് ഇതിനെ ഈ ഒരു സെൻട്രൽ ആക്സിസിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഒറ്റ പ്ലെയിനിലൂടെ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് കിട്ടുന്നുള്ളൂ. ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? അതേസമയം ഞാൻ ഇയാളെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്, ഇതുപോലെയാണോ ഇവിടെ ഉള്ളത്? അല്ല, ഡിഫറെന്റ് ആണ്. ഇങ്ങനെയല്ല ഇവിടെ ഉള്ള, രണ്ടും ഡിഫറെന്റ് ആണ്. നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഈക്വൽ ആയിട്ട് തോന്നണം, ഒരുപോലെ തോന്നണം. ഓക്കെ, അതാണ് സിമെട്രി എന്ന് പറയുന്നത്. അതിനല്ലേ സിമെട്രി എന്ന് വിളിക്കുന്നത്. സോ
ഇങ്ങനെ ഒരൊറ്റ പ്ലെയിനിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് മാത്രമേ കിട്ടുന്നുള്ളൂ, ഒരു സിംഗിൾ ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ദേ ഷോസ് ബൈലാറ്ററൽ സിമെട്രി. സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് അതിനെ കട്ട് ചെയ്താലും നമുക്ക് സിമെട്രി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റേഡിയൽ സിമെട്രി. ക്ലിയർ ആണല്ലോ? സിമെട്രി ഇത്രയുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത് നോക്കാം. Animals can be categorized on the basis of their symmetry. First one, sponges. Sponges are mostly asymmetrical. അത് ഓർത്ത് വെച്ചോ. അസിമെട്രിക്കൽ ആയിട്ടുള്ളത് ആരും മാത്രമാണ്? സ്പോഞ്ചസ് മാത്രം. സ്പോഞ്ചസ് ഏത് ഫൈലായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈലം പോറിഫെറ. അത് കിട്ടുന്നില്ലെങ്കിലും ഡോണ്ട് വറി, വി വിൽ ലേൺ ഇറ്റ്. ഓക്കെ, ഫർദർ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് അത് അവിടെ സ്റ്റോർഡ് ആയിരിക്കോളും. സോ അസിമെട്രി എന്ന് പറയുമ്പോൾ ആരാണ് കാണിക്കുന്നത്? സ്പോഞ്ചസ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറൈറ്റ് ആളല്ലേ സ്പോഞ്ചസ്. സോ സ്പോഞ്ചസ് ആണ് മക്കളെ അസിമെട്രിക്കൽ ഓപ്ഷൻ കാണിക്കുന്നത്. എന്താണ് അസിമെട്രിക്കൽ? എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെന്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻടു ഈക്വൽ ഹാഫ്സ്. എങ്ങനെയൊക്കെ നോക്കിയാലും അവരെ ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റത്തില്ല, അവർക്ക് സിമെട്രി ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി when any plane passing through the central axis of the body divides the organism into two identical halves. എങ്ങനെയൊക്കെ? ഇൻ എനി പ്ലെയിൻ, അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ്. സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിലൂടെ നിങ്ങൾ കട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നത് എങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് റേഡിയൽ സിമെട്രി. ക്ലിയർ ആണോ? ഇനി സീലൻഡ്രേറ്റ്സ്, സ്റ്റീനോഫോഴ്സ്, എക്കിനോഡേംസ് ഹാവ് ദിസ് കൈൻഡ് ഓഫ് ബോഡി പ്ലാൻ. ഈ പറയുന്ന റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ആരൊക്കെയാണ്? സീലൻഡ്രേറ്റ, സ്റ്റീനോഫോറ ആൻഡ് എക്കിനോഡേം. മൂന്നാളുകൾ പറഞ്ഞു, സീലൻഡ്രേറ്റ, ടിനോഫോറ ആൻഡ് എക്കിനോഡേംസ്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ലീവ് ഇറ്റ്. ഞാൻ അങ്ങനെ പറയും, ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ടാബ്ലർ കോഡ ഞാൻ തരുന്നത് നല്ല വൃത്തിക്ക് പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് സിമെട്രി അറിയണം, എന്താണ് റേഡിയൽ സിമെട്രി, എന്താണ് ബൈലാറ്ററൽ സിമെട്രി, എന്താണ് അസിമെട്രി. ഈ വേർഡ്സ് ഒക്കെ എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ? ഇത് ഈ രീതിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അതായത് ഇവിടെ നിങ്ങൾ പഠിക്കുകയാണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നവര് സീലൻഡ്രേറ്റ, ടിനോഫോറ, ഇക്കനോഡോമേറ്റ, അതുപോലെ തന്നെ അസിമെട്രി കാണിക്കുന്നവർ സ്പോഞ്ചസ്. ഇതിങ്ങനെ ഇപ്പോൾ നിങ്ങളിങ്ങനെ കാണാതെ പഠിച്ചാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അതൊറ്റ മനസ്സിൽ ഓർത്ത് വെക്കാനും പോകുന്നില്ല, മനസ്സിൽ അത് ഓർമ്മിച്ച് വെക്കാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ റേഡിയൽ സിമെട്രി എന്താന്ന് പറഞ്ഞു, അസിമെട്രി എന്താന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയുന്നതാണ് ബൈലാറ്ററൽ സിമെട്രി. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് bilateral symmetry. എന്താ bilateral symmetry? See, animals like annelids, arthropods, etc., where the body can be divided into identical left and right halves in only one plane. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം ബോഡിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആക്കാൻ പറ്റുന്നവരെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവർ എന്ന് പറയുന്നത്. 3 സിമെട്രി കേസസും നമ്മൾ പഠിച്ചല്ലോ. ക്ലിയർ ആണല്ലോ? വീണ്ടും പറയാണ്, അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി. ഇഫ് വി ക്യാൻ ഡിവൈഡ് an object only in a single plane to its right and left halves, it is known as bilateral symmetry. If we can divide through the central axis and we can get equal right and left halves in any plane through that central axis aanennundengil, that is radial symmetry. And if we are not getting an equal right and left half through any one of the plane, if we are not getting through any one of the plane, it is known as asymmetry. ക്ലിയർ ആണല്ലോ? സോ നമ്മളുടെ സെക്കൻഡ് ക്യാരയും കഴിഞ്ഞു. എന്തായിരുന്നു? ദാറ്റ് ഈസ് അബൌട്ട് സിമെട്രി. ഫസ്റ്റ് നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു. വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു. അതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് എടുക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് ദ ബേസ് ഓഫ് ദിസ് ചാപ്റ്റർ. This portion is the base of this chapter. Okay, until I begin the phylums. Individual phylums start ചെയ്യുന്നവരെ ഈ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബേസിക് കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് സിമെട്രിനെ പറ്റിയിട്ടാണ്. അതിൽ അസിമെട്രി എന്താ പറഞ്ഞു, റേഡിയൽ എന്താന്ന് പറഞ്ഞു, ബൈലാറ്ററൽ എന്താന്ന് പറഞ്ഞു. Now we can move to the third cara. It is saying about the organization. It is saying about the organization of the germinal layers. നമ്മൾ ജെർമിനൽ ലെയേഴ്സിനെ പറ്റിയിട്ടാണ് മക്കളെ ഇനി പറയാൻ പോകുന്നത്. എന്താണ് ജെർമിനൽ ലെയേഴ്സ് എന്നും എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് അല്ലെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഇവിടെ പറയുന്നത് എന്താണ്? ഡിപ്ലോ ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് നമ്മളുടെ ജെർമിനൽ ലെയേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്ത് ലെയേഴ്സ് ആണ്? ജെർമിനൽ
ലെയേഴ്സ്. ജെർമിനൽ ലെയേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് പറയുന്നത്. Okay, the third one, right? So, animals in which the cells are arranged into two embryonic layers. എന്താ ജെർമിനൽ ലെയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ജെർമിനൽ ലെയേഴ്സ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ എംബ്രിയോണിക് ലെയേഴ്സ്. ഈ എംബ്രിയോണിക് ലെയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഈ ഒരു കംപ്ലീറ്റ് പാരയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഡിപ്ലോബ്ലാസ്റ്റിക്കും മറ്റൊന്ന് ട്രിപ്ലോബ്ലാസ്റ്റിക്കും. ആ പേരിൽ തന്നെ കാര്യമുണ്ട്. എന്താ മക്കളെ ഡൈ എന്ന് വെച്ചാല്? ഡൈ എന്ന് വെച്ചാൽ ടു ജെർമിനൽ ലെയേഴ്സ് ഉണ്ടാകും. ട്രൈ എന്ന് വെച്ചാലോ 3. അതിൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. റൈറ്റ്? ഇനി ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് പറഞ്ഞുതരാം, എന്നിട്ട് നിന്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. ഇത്ര മാത്രം ഓർത്തു വെക്കുക, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഇവരുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് എംബ്രിയോണിക് ലെയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. എംബ്രിയോണിക് ലെയേഴ്സ് അല്ലെങ്കിൽ ജെർമിനൽ ലെയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. സി, ആൻ എക്സ്റ്റേണൽ എക്ടോഡം, ഒരു എക്സ്റ്റേണൽ എക്ടോഡമും ഒരു ഇന്റേണൽ എൻഡോഡമും. രണ്ട് ജെർമിനൽ ലെയേഴ്സ് പറഞ്ഞു, രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് പറഞ്ഞു. എക്സ്റ്റേണൽ ലെയറിനെ എന്താണ് വിളിക്കുക? എക്സ്റ്റേണൽ എക്ടോഡം, എക്ടോഡം. ആൻഡ് ഇന്റേണലിന് എന്താ വിളിക്കുക? എൻഡോഡം. എൻഡോഡം എന്ന് പറയുമ്പോൾ അകത്ത് ഇന്റേണൽ ലെയർ ആണ്. എക്ടോഡം എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ലെയർ ആണ്. അത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടുത്തെ എക്സ്റ്റേണൽ ലെയർ ഏതാണ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എക്സ്റ്റേണൽ ലെയർ ഏതാണ് മക്കളെ? ദാറ്റ് ഈസ് എക്ടോഡം ആണ്. അതുപോലെ തന്നെ ഇന്റേണൽ ലെയർ ഏതാണ്? ദാറ്റ് ഈസ് എൻഡോഡം ആണ്. എക്സ്റ്റേണൽ ലെയർ എക്ടോഡമും ഇന്റേണൽ ലെയർ എൻഡോഡമുമാണ്. ക്ലിയർ ആണോ? എക്സ്റ്റേണൽ എക്ടോഡമും ഇന്റേണൽ എൻഡോഡമും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ മാറിപ്പോവാറുണ്ട്. എക്സാമിന് നമുക്ക് പേപ്പറിൽ ഇത് കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഫീൽ ചെയ്യും. എക്സ്റ്റേണൽ എക്ടോഡം ആൻഡ് ഇന്റേണൽ എൻഡോഡം ഇങ്ങനെ തന്നെ പഠിക്കുക. അല്ലാതെ പുറത്തെ ലെയർ എക്ടോഡം, അകത്തെ ലെയർ എൻഡോഡം ഇങ്ങനെ പഠിക്കരുത്. എക്സ്റ്റേണൽ എക്ടോഡം ആ വേർഡ് അങ്ങനെ തന്നെ നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. മാക്സിമം കമ്പൈൻ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ലെയറും ഒരു ഇന്റേണൽ ലെയറും മാത്രം പ്രസന്റ് ആയിട്ടുള്ള, ഇങ്ങനെ രണ്ട് എംബ്രിയോണിക് ലെയർ പ്രസന്റ് ആയിട്ടുള്ളവരെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക്, ഡൈ 2 എന്നല്ലേ? ഡൈ എന്ന് വെച്ചാൽ 2 എന്നാണ്. സോ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ദാറ്റ് ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് എന്ന് വിളിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ്. ഇവരെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ദാറ്റ് ഇസ് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്? സീലൻഡ്രേറ്റ്സ് ആണ്. ഇനി ഈ പറയുന്ന എക്സ്റ്റേണൽ എക്ടോഡേമിനും ഇന്റേണൽ എൻഡോഡേമിനും ഇടയ്ക്ക് ഒരു ഡിഫറൻഷിയേറ്റഡ്, ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ, നമുക്ക് അതിന് ക്ലാരിറ്റി ഇല്ല. ലൈക്ക് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ വന്നാൽ ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. ആ അൺഡിഫറൻഷിയേറ്റഡ് ലെയറിനെ വിളിക്കുന്ന പേരെന്താണ്? മീസോഗ്ലിയ. അത് ഓർത്ത് വെക്കുക. അൺഡിഫറൻഷിയേറ്റഡ് ലെയറിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന എക്സ്റ്റേണൽ എക്ടോഡേമിനും ഇന്റേണൽ എൻഡോഡേമിനും ഇടയ്ക്ക് നമ്മളുടെ മീസോഗ്ലിയ എന്ന് പറയുന്ന ഒരു ലെയർ, ഇറ്റ് ഇസ് നോട്ട് എ ലെയർ, ഇറ്റ് ഈസ് ആൻ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ. ഓക്കെ, മീസോഗ്ലിയ. ഇതാണ് മക്കളെ മീസോഗ്ലിയ. സി, ദിസ് വൺ ഈസ് ദ മീസോഗ്ലിയ. ഈ റെഡ് കളറിൽ ഇവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണ് മീസോഗ്ലിയ. ഇറ്റ് ഈസ് ദ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ. ക്ലിയർ ആണോ? അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. അത് ഇവർക്കിടയിൽ പ്രസന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ എക്ടോഡോം ഉണ്ട്, ഒരു ഇന്റേണൽ എൻഡോഡോം ഉണ്ട്. ഇവർക്കിടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്. അതെവിടെയാണ്? ഈ പറയുന്നവരുടെ ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. ഇത് ആർക്കാ മക്കളെ ഉള്ളത്? മീസോഗ്ലിയ ഡിപ്ലോബ്ലാസ്റ്റിക്കിനാണ് ഉള്ളത്. അപ്പൊ ഇനി ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് വെൻ യു ആർ സീയിങ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ലൈക്ക് യു വിൽ കൺസിഡർ മീസോഗ്ലിയ ആസ് എ ഡിഫറൻഷിയേറ്റഡ് ലെയർ. ഒരു ഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഈ ഡൈ ട്രൈ എന്നുള്ളതിലോട്ട് കൂട്ടാൻ പറ്റുള്ളൂ. ഡൈ എന്ന് പറയുമ്പം 2, ഈ 2 ഇൻക്ലൂഡ് ചെയ്യുന്ന ലെയേഴ്സ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് ലെയേഴ്സ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിന് ആക്ച്വലി ഒരു ഔട്ടർ എക്ടോഡമും, അതായത് എക്സ്റ്റേണൽ എക്ടോഡമും ഒരു ഇന്റേണൽ എൻഡോഡമും, അതിന്റെ ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആയിട്ടുള്ള മീസോഗ്ലിയ ഉണ്ട്. കുറെ പേര് ഇതിന് കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ദേ വിൽ കൺസിഡർ ദിസ് മീസോഗ്ലിയ ആസ് അനദർ ലെയർ. അപ്പൊ അവരുടെ മൈൻഡിൽ എന്താ? മീസോഗ്ലിയ 3 അപ്പം എക്ടോഡം, മീസോഗ്ലിയ, എൻഡോഡം. സോ ദിസ് ഇസ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ഈ ഫിഗർ കാണുന്ന സമയത്തുള്ള കൺഫ്യൂഷൻ ആട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, ഇങ്ങനെ ഓർത്ത് വെക്കുക. മീസോഗ്ലിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ. ഡിഫറൻഷിയേറ്റഡ് ലെയറിനെ മാത്രമേ നമ്മൾ എന്താക്കിയിട്ട് കൂട്ടുന്നുള്ളൂ. ഈ ഡിപ്ലോബ്ലാസ്റ്റിക്കിലും ട്രിപ്ലോബ്ലാസ്റ്റിക്കിലൊക്കെ ആ ഡൈ ട്രൈ എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റഡ് ലെയേഴ്സിനെയാണ്. ക്ലിയർ ആണോ?
ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എക്ടോഡോമും ഇന്റേണൽ എൻഡോഡോമും അവർക്കിടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ പ്രസന്റ് ആണ്, ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് മീസോഗ്ലിയ. ക്ലിയർ ആണോ മക്കളെ? Then those animals in which the developing embryo has a third germinal layer called mesoderm. This is very, very, very important. Third germinal layer ന്റെ പേരെന്താ മക്കളെ? That is mesoderm. Again, it will lead to confusion for you. That is about mesoglea and mesoderm. Mesoglea undifferentiated layer and the differentiated germinal layer ആണ് മക്കളെ mesoderm എന്ന് പറയുന്നത്. Clear ആണോ? So triploblastic organismത്തിന് they have an external ectoderm, they have an internal endoderm and they have a mesoderm. Okay, clear ആണോ? In between the ectoderm and endoderm. എൻഡോഡമിനും എക്ടോഡമിനും ഇടയിലായിട്ട് ഇവർക്ക് എന്തുണ്ടാകും? മീസോഡം എന്ന് പറയുന്ന ഒരു തേർഡ് ജെർമിനൽ ലെയറും കൂടെ ഉണ്ടാകും. ക്ലിയർ ആണോ? സോ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. ആൻഡ് ദാറ്റ് അതിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റിഹെൽമിന്തസ് ടു കോഡേറ്റ്സ്. പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെയുള്ളവരൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. അപ്പൊ അതുവരെയുള്ളവരാണ് ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ആരൊക്കെയായിരുന്നു? സീലൻഡ്രേറ്റ്സ്. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ് എന്ന് പറയുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് തൊട്ടിട്ട് കൊഡാറ്റ വരെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. അത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട എക്സാമ്പിൾസ് ഈ ഒരു പോർഷൻസിൽ നിങ്ങൾ വിട്ടേക്കുക. അസിമെട്രിക്കൽ സ്പോഞ്ചസ് എന്നുള്ളത് അത് ഓർത്തു വെച്ചോ. കാരണം എന്താ വെച്ചാൽ ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതിന്റെ ബേസിസിൽ വേറെ അസിമെട്രിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇവിടെ നമുക്ക് ഫൈലത്തിനെ പറ്റി പഠിക്കാനില്ല. സോ അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ബാക്കി എക്സാമ്പിൾസ് നിങ്ങളിപ്പോൾ ലീവ് ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓർത്ത് വെക്കാൻ പറ്റുന്നവർ ഓർത്ത് വെച്ചോ. പക്ഷേ ഐ പ്രിഫർ ദാറ്റ് ഐ വിൽ ഗിവ് എ ടാബുലർ കോളം. യു ഹാവ് ടു ലേൺ ദാറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിക്കാകും. എങ്ങനെ? കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എന്താണ് മീസോഗ്ലിയ, എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക്, എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എക്ടോഡോമും ഇന്റേണൽ എൻഡോഡോമും ഉണ്ടാകും. അവർക്കിടയിലെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് മീസോഗ്ലിയ കൂടെ ഉണ്ടാകും. ഓർത്ത് വെക്കേണ്ട കാര്യം, ആ മീസോഗ്ലിയ എന്ന് പറയുന്നത് ഒരു ജെർമിനൽ ലെയർ അല്ല, അതൊരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ജെർമിനൽ ലെയർ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയർ എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ഓക്കെ, ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിലോട്ട് വരുമ്പോൾ അവർക്കൊരു എക്സ്റ്റേണൽ എക്ടോഡോം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടൊരു മീസോഡോം ഉണ്ടാകും. അതൊരു ഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ആൻഡ് ദ തേർഡ് വൺ നമ്മളുടെ ഇന്റേണൽ എൻഡോഡോം ഉണ്ടാകും. ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. ദേ ആർ നോൺ ആസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ക്ലിയർ? ഇങ്ങനെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമെട്രിനെ പറ്റിയിട്ട് പറഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോ ആൻഡ് ട്രിപ്ലോ ഓർഗാനിസം, അതായത് നമ്മൾ ജെർമിനൽ ലെയേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അതിനെ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഫോർത്ത് വണ്ണിലോട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് സീലോം. എന്താ മക്കളെ? സീലോം. എന്താ ശരിക്കും സീലോം എന്നുള്ളതിന്റെ മീനിങ്? സീലോം എന്നുള്ളതിന്റെ മീനിങ് ശരിക്കും ഇറ്റ് ലീഡ്സ് ടു ലൈക്ക് ക്യാവിറ്റി പോലുള്ള സംഭവമാണ് സീലോം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഈ പറയുന്ന സീലോമിനെ ബേസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് നമുക്ക് സീലോം എന്താ പഠിക്കാനുണ്ട്, അസീലോം എന്താന്ന് പഠിക്കാനുണ്ട്, സ്യൂഡോസീലം എന്താന്ന് പഠിക്കാനുണ്ട്. 3 പേരുകൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സീലോം. അതില് സീലോമേറ്റ്സ്, സീലോം പ്രസന്റ് ആയിട്ടുള്ളവരെ സീലോമേറ്റ്സ് എന്ന് വിളിക്കും. സീലോം ആബ്സെന്റ് ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? അസീലോമേറ്റ്സ് എന്ന് വിളിക്കും. സീലോം ആബ്സെന്റ് ആയിട്ടുള്ളവരെ നമ്മൾ അസീലോമേറ്റ് എന്ന് വിളിക്കും. പിന്നീട് കണ്ടോ ഇവിടെ അസീലോമേറ്റ്സ് എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന സീലോം തന്നെ ഒരു ഡിഫറെന്റ് വേയിലൂടെ കാണുന്നതാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്യൂഡോ സീലോം എന്ന് വിളിക്കും. എന്ത് സ്യൂഡോ എന്ന് പറഞ്ഞാല്? സ്യൂഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ദാറ്റ് ഇസ് ഫോൾസ്. റൈറ്റ്? സ്യൂഡോ എന്ന് വെച്ചാൽ എന്താണ്? ഫോൾസ് എന്നാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണേ. അതായത് ഇപ്പം എ കൊണ്ട് തുടങ്ങുന്നത് ആബ്സെന്റ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്യൂഡോ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഫോൾസ് എന്നാണ്. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് അസർഷൻ റീസൺ ചെയ്യുകയാണെങ്കിലും അല്ലാണ്ട് മാച്ച് ദ ഫോളോയിങ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സീലോം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലിയർ മക്കളെ? ഈ പറയുന്ന സീലോം അല്ലെങ്കിൽ ക്യാവിറ്റി പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ പ്രസൻസ് ഓഫ് and absence of a cavity between the body wall and the gut wall is very important in this classification. നമ്മളുടെ ബോഡി വാളിന്റെയും ഗട്ട് വാളിന്റെയും ഇടയ്ക്ക് ഈ പറയുന്ന ക്യാവിറ്റി പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പിലാണ് അത് പ്രസന്റ് ആയിട്ടുള്ളത്, ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ദ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ ദ മീസോഡം ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ സീലോം എന്ന് പറയും.
മീസോഡം ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇത്ര ആലോചിക്കാം, മീസോഡം പ്രസന്റ് ആയിട്ടുള്ളവരെ വിളിച്ചിട്ടുള്ളത് എന്താണ്? ട്രിപ്ലോബ്ലാസ്റ്റിക്. ഓക്കെ, മീസോഡം പ്രസന്റ് ആയിട്ടുള്ളവരാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീലോമേറ്റ്സും ട്രിപ്ലോബ്ലാസ്റ്റിക്കും ഒക്കെ ഒരേ ആൾക്കാരാവില്ലേ, ഒരേ ഫയൽക്കാരാവില്ലേ? അത് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ഔട്ട് ചെയ്യാം. ഓക്കെ, ടാബുലർ കോളത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും അത്. സി, ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ദിസ് ഇസ് ദ എക്സ്റ്റേണൽ എക്ടോഡം ആൻഡ് ഇൻഡോഡം ഉണ്ട്. ഇനി ഈ പറയുന്ന ആളുകൾക്ക് മീസോഡം ഇസ് ലൈൻഡ്. ഓക്കെ, മീസോഡം എന്താണ്? ലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ബോഡി വാളിനും ഗട്ട് വാളിനും ഇടക്ക് മീസോഡം ലൈൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മക്കളെ സീലോം. ക്ലിയർ ആണോ? അതിനെ വിളിക്കുന്ന പേരാണ് സീലം. ദ ബോഡി ക്യാവിറ്റി വിച്ച് ഈസ് ലൈൻഡ് ബൈ മീസോഡം. മീസോഡം ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റിനെ വിളിക്കുന്ന പേരാണ് സീലോം. ദിസ് ഈസ് ദ ക്യാവിറ്റി, റൈറ്റ്? ഇതാണല്ലോ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതല്ലേ ക്യാവിറ്റി? സി, ഈ ഒരു ക്യാവിറ്റീനെ ആര് ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാവിറ്റീനെ ആര് ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്? മീസോഡം ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്, റൈറ്റ്? മീസോഡം ലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മീസോഡം ലൈൻ ചെയ്ത് നിൽക്കുന്ന ക്യാവിറ്റീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീലോം. ക്ലിയർ ആണോ? ഇനി ഈ സീലോം പൊസസ് ചെയ്യുന്ന, മീസോഡം ലൈൻ ചെയ്യുന്ന ക്യാവിറ്റി പ്രസന്റ് ആയിട്ടുള്ള ആനിമൽസിനെ പറയുന്ന പേരാണ് സീലോമേറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? അതിന്റെ എക്സാമ്പിൾ ആണ് അനലിഡ്സ്, മൊലുസ്കസ്, ആർത്രോപോഡ്സ്, എക്കിനോഡംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമ്മൾ അടുത്ത് നോക്കാം. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആട്ടോ. ഹെമികോഡേറ്റ്സ്, കോഡേറ്റ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഇവിടെ എന്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ട്രിപ്ലോബ്ലാസ്റ്റിക്കിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക്കിലാണല്ലോ മീസോഡം പ്രസന്റ് ആയിട്ടുള്ളത്, റൈറ്റ്? ട്രിപ്ലോബ്ലാസ്റ്റിക്കിലാണ് മീസോഡം പ്രസന്റ് ആയിട്ടുള്ളത്. ട്രിപ്ലോബ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ പറഞ്ഞത്? പ്ലാറ്റി ഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെ, പ്ലാറ്റി ഹെൽമിന്തസ് ടു കോഡേറ്റ്സ് വരെയാണ് നമ്മൾ എക്സാമ്പിൾ ഓഫ് ട്രിപ്ലോബ്ലാസ്റ്റിക് പറഞ്ഞേ. ഇനി സീലോത്തിന്റെ എക്സാമ്പിൾ നോക്കൂ. സീലോമേറ്റ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? അനലിഡ, മൊലുസ്ക, ആർത്രോപോഡ, എക്കിനോഡർമേറ്റ്സ, ഹെമികോഡേറ്റ്സ്, കോഡേറ്റ്സ്. ശരിയല്ലേ? കോമൺ ആൾക്കാരല്ലേ വരുന്നത്. കാരണം സീലോം പ്രസന്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ സീലോമേറ്റ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ആ ക്യാവിറ്റിക്ക് മീസോഡം ലൈൻ ചെയ്തിരിക്കണം. മീസോഡം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കണം. ക്ലിയർ ആണോ? ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ in some animals the body cavity is not lined by the mesoderm. ഇനി ചിലതില് മീസോഡം ലൈൻ ചെയ്തിട്ടുണ്ടാവില്ല. Instead the mesoderm is present as scattered pouches. അതിന് പകരം മീസോഡം ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. മീസോഡം ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. കറക്റ്റ് ലൈൻ ചെയ്യാതെ ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സ്യൂഡോസീലോമേറ്റ്. അവരെ വിളിക്കുന്ന പേരാണ് സ്യൂഡോസീലോമേറ്റ്. അതിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ ആഷൽമിന്തസ്. സ്യൂഡോസീലോമേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ആഷൽമിന്തസ്. ക്ലിയർ ആണോ? രണ്ടെണ്ണം പഠിച്ചു. സീലോമേറ്റ്സ് എന്താന്ന് പഠിച്ചു. അതായത് മീസോഡം ലൈൻ ചെയ്തിട്ടുള്ള ക്യാവിറ്റി ആണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സീലോം പൊസസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സീലോമേറ്റ് എന്നും, ഈ പറയുന്ന സീലോം നമ്മൾ ഇങ്ങനെ സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ്, അതായത് മീസോഡം ലൈൻ ചെയ്യുന്നതിന് പകരം സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോസീലോമേറ്റ്സ്. അവരെ വിളിക്കുന്ന പേരെന്താണ്? സ്യൂഡോസീലോമേറ്റ്സ്. ക്ലിയർ ആണല്ലോ? അതിന്റെ എക്സാമ്പിൾ എന്താണ്? ആഷൽമിന്തസ്. ഇനി ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് the animals in which the body cavity is absent are called acoelomates. എന്ന് വെച്ചാൽ എന്താണ്? ആബ്സെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന ബോഡി ക്യാവിറ്റി ആബ്സെന്റ് ആയിട്ടുള്ളവരെ വിളിക്കുന്ന പേരാണ് acoelomates. ക്ലിയർ ആണോ മക്കളെ? ബോഡി ക്യാവിറ്റി ആബ്സെന്റ് ആയിട്ടുള്ളവരെ വിളിക്കുന്ന പേരെന്താണ്? acoelomates. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാറ്റിഹെൽമിന്തസ്. 3 കൈൻഡ്സ് ഓഫ് ക്യാവിറ്റീസ് നമ്മൾ പറഞ്ഞു. സീലോമേറ്റ്സ് ഉണ്ട്, സ്യൂഡോസീലോമേറ്റ്സ് ഉണ്ട്, acoelomates ഉണ്ട്. സീലോം എന്ന് പറയുമ്പോൾ ക്യാവിറ്റി lined with mesoderm ആണെന്നുണ്ടെങ്കിൽ they are known as coelomates. If it is in the form of scattered pouches, it is known as pseudocoelomates. And if this cavity is not present, that is they are absent ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് acoelomates. ക്ലിയർ ആണോ? സ്യൂഡോസീലോമേറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് ആഷൽമിന്തസും, acoelomatesന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ദാറ്റ് ഇസ് പ്ലാറ്റിഹെൽമിന്തസും ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീലോം എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാംസും കൂടെ നോക്കാം. ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. ഡയഗ്രാംസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിക്കും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈവൻ ഫോർ യുവർ പബ്ലിക് എക്സാമിനേഷൻ ഓർ ഈവൻ ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. എൻട്രൻസ് എക്സാമിനേഷന് ഈച്ച് ആൻഡ് എവറി ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര സില്ലി മാറ്റേഴ്സ് ആയിരിക്കും. ബട്ട് ഈവൻ
when we are getting that question paper and we are in a kind of that mood, ആ ഒരു മൂഡിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ മൊത്തത്തിൽ എന്തൊക്കെയോ ഹറിബറി കാണിച്ചിട്ട് എല്ലാ ഡയഗ്രാംസും നമുക്ക് ഒരുപോലെ ഫീൽ ചെയ്യും. അതില്ലാണ്ടൊക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ അതിന്റെ ഡയഗ്രാംസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, സി ഇവിടെ മീസോഡോം എന്താണ് മക്കളെ ലൈൻ ചെയ്തിട്ടില്ലേ? മീസോഡോം ലൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇത് സീലം ആണ്. ആൻഡ് ദിസ് ഇസ് ദ സീലം ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡോം. ക്ലിയർ? സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്. ഇങ്ങനത്തെ ഇത് പ്രസന്റ് ആയിട്ടുള്ളവരെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്. ഇനി ഇത് നോക്ക്, സ്കാറ്റേർഡ് പൗച്ചസിനെ പോലെയല്ലേ കിടക്കുന്നത്? കണ്ടോ, ഇവിടെ ഇവിടെയൊക്കെ എന്തുണ്ട്? സ്കാറ്റേർഡ് പൗച്ചസിനെ പോലെയാണ് ഇരിക്കുന്നത്. സോ ദേ ആർ നോൺ ആസ് സ്യൂഡോ സീലോമേറ്റ്സ്. അവരെന്താണ് മക്കളെ വിളിക്കുക? സ്യൂഡോ സീലോമേറ്റ്സ് എന്നാണ് പറയാം. ഇനി അടുത്ത് നോക്കുക, ഇവിടെ ക്യാവിറ്റി പ്രസന്റ് ആണോ? ഇല്ല, ക്യാവിറ്റി ആബ്സെന്റ് ആണ്. ക്യാവിറ്റി ആബ്സെന്റ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് അസീലോമേറ്റ്സ്. അസീലോമേറ്റ്സ് എന്നാണ് അവരെ വിളിക്കുക. 3 എണ്ണം ക്ലിയർ അല്ലേ മക്കളെ? ഇതിൽ ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. സോ ഇന്ന് നമ്മൾ ബേസിക് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അതായത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷന്റെ ബേസിസിൽ ഫസ്റ്റ് 1 ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിമെട്രി എന്താന്ന് പറഞ്ഞു. ഈ പറയുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ്. സർക്കുലേറ്ററി സിസ്റ്റം 2 എണ്ണം ഉണ്ട്, ഓപ്പൺ ടൈപ്പ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. അത് കഴിഞ്ഞിട്ട് സിമെട്രി പറഞ്ഞു. അസിമെട്രി, റേഡിയൽ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി ആൻഡ് ദെൻ ഡിപ്ലോബ്ലാസ്റ്റിക്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ. അത് എന്തിന്റെ ബേസിസിലാണ്? എംബ്രിയോണിക് ലെയേഴ്സ് അല്ലെങ്കിൽ ജെർമിനൽ ലെയേഴ്സിന്റെ ബേസിസിലുള്ള കാര്യങ്ങളാണ്. അതും നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ സീലത്തിനെ പറ്റിയിട്ടും പറഞ്ഞു. സീലത്തിൽ സിലോമേറ്റ്സ്, സ്യൂഡോസിലോമേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. 4 ദ വെരി നെക്സ്റ്റ് ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ ഐ ഹോപ്പ് ദാറ്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മളെന്താ കരുതുക? ഓക്കെ, ഇറ്റ് ഇസ് ക്ലിയർ ഫോർ മീ, ഐ എം റെഡി ഫോർ ദ നെക്സ്റ്റ് ടോപ്പിക്. അങ്ങനെയല്ല, യു ഹാവ് ടു റിവൈസ് ദിസ് 2 times. ഓക്കെ, 2 തവണ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കണം. ദെൻ ഇറ്റ് വിൽ ബി സ്റ്റക്ക് ഇൻ യുവർ മൈൻഡ്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാൻ പറ്റും. അങ്ങനെ ബേർഡൻ ആക്കാണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? സെഗ്മെന്റേഷൻ, നോട്ടോകോഡ് എന്നിങ്ങനെ 2 ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനും കൂടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളുടെ ഫൈലത്തിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ ഒരു PDF ഷെയർ ചെയ്ത് തരാം. ആ PDF ടാബുലാർ കോളം എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള ടാബുലാർ കോളമാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? സോ നന്നായിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഷോർട്ട് നോട്ട്സ് ഉള്ളതിലുപരി നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ സ്ക്രിബിൾ ചെയ്തിട്ട് പോകാൻ നോക്കുക. അതിനായിട്ട് പ്രത്യേക ടൈം കണ്ടെത്താണ്ട് പഠിക്കുന്ന സമയത്ത് സ്ക്രിബിൾ ചെയ്ത് പോകാൻ നോക്കുക. ഐ തിങ്ക് ഐ എം ഗോയിങ് വെരി സ്ലോലി. നിങ്ങൾക്ക് എഴുതാനൊക്കെയുള്ള ടൈം തന്നിട്ടാണ് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നത്. നമ്മൾ ഓടിച്ചിട്ട് വിടുന്നൊന്നുമില്ല. സോ ഹോപ്പ് ദാറ്റ് യു വിൽ ഗെറ്റ് മച്ച് മോർ ടൈം ആൻഡ് യു വിൽ റിവൈസ് ഇറ്റ്. ഓക്കെ, റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പഠിച്ച കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എന്നുള്ള ഒരു സംഭവത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പുതിയത് വീണ്ടും പഠിക്കുന്നതിലുപരി പഠിച്ചത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പഠിക്കണം. Okay, that is the much important thing. Clear? So hope that everything is okay for you and you will learn it very nicely. So until the next class, thank you.